ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുകയാണ്. നിന്റെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരാനുള്ളതാണ്. വചനം ഇപ്രകാരമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുക. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 5-ാം അധ്യായം 15-ാം തിരുവചനം. വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. പറയ്ക്കുള്ളിലിരിക്കുന്ന വിളക്കിനെ കുറിച്ചല്ല, പീഠത്തിന്മേൽ ഉയർത്തപ്പെട്ട വിളക്കിനെ കുറിച്ച് പറയാം. പീഠത്തിന്മേൽ ഉയർത്തപ്പെട്ട വിളക്ക് എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അതുപോലെ നിന്റെ ജീവിതം ചുറ്റുമുള്ളവരെ പ്രകാശിപ്പിക്കുന്നതായിരിക്കണം, ചുറ്റുമുള്ളവരിലേക്ക് പെയ്തിറങ്ങുന്നതായിരിക്കണം. സ്നേഹം ഒളിപ്പിച്ചു വയ്ക്കാനോ കെട്ടിക്കിടക്കാനോ ഉള്ളതല്ല. അതൊരു മഴ പോലെ, ഒരു പ്രകാശം പോലെ മറ്റുള്ളവരിലേക്ക് ഒഴുകിയെത്താനുള്ളതാണ്. അത് നിൻ്റെ ജീവിതത്തിൽ പൂർത്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയുള്ള നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ഈശോയെ, ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ വ്യക്തിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ ചാലുകൾ ചുറ്റുപാടും ഒഴുകിയിറങ്ങട്ടെ എന്ന് നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല, ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമേ ദൈവം.